Good evening all of you. Welcome back to chemistry class. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെറ്റൽസ് എന്ന ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അതിൽ മെറ്റൽസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ ബാക്കിയുള്ള പ്രോപ്പർട്ടീസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ ഈസ് മാലിയബിലിറ്റി അല്ലേ? മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? Metals can be beaten into thin sheets by hammering. This property is known as malleability. അല്ലേ, മെറ്റൽസിനെ എന്ത് ചെയ്യാൻ പറ്റും? ബീറ്റ് ചെയ്തിട്ട് നല്ല തിൻ ഷീറ്റായിട്ട് മാറ്റാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മെറ്റൽസിനെ ഫൈൻ വയേഴ്സായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഡക്റ്റിലിറ്റി. ദെൻ ഹാർഡ്നെസ്. ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും ഹാർഡാണ്. അതിൽ എക്സെപ്ഷണൽ കേസാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. അത് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അപ്പോൾ ഈ മൂന്ന് പ്രോപ്പർട്ടീസാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് കൂടി ഉണ്ട് മെറ്റൽസിൻ്റെ, അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഫോർത്ത് പ്രോപ്പർട്ടി ഈസ് മെറ്റാലിക് ലസ്റ്റർ. മെറ്റാലിക് ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ മെറ്റൽസിനെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? മെറ്റൽസ് എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് മെറ്റലിനെ ആയാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു സർഫസിന് നല്ല ഒരു ഷൈനി അപ്പിയറൻസ് കാണാം അല്ലേ? നല്ല തിളക്കം ഉണ്ടാവില്ലേ? ആ ഒരു ഷൈനി അപ്പിയറൻസിനെയാണ് നമ്മൾ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ദ സർഫസ് ന്യൂലി ഫോംഡ് വെൻ മെറ്റൽസ് ആർ കട്ട് ഹാസ് എ ഷൈനി അപ്പിയറൻസ്. ദിസ് പ്രോപ്പർട്ടി ഈസ് നോൺ ആസ് മെറ്റാലിക് ലസ്റ്റർ. ഇപ്പം നമ്മൾ നമ്മുടെ കത്തിയൊക്കെ മൂർച്ച കൂട്ടൂലേ? അപ്പോൾ അതിൻ്റെ ആ ഒരു അറ്റം നമ്മൾ കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ നല്ല തിളങ്ങിയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊക്കെ എന്താണ്? മെറ്റാലിക് ലസ്റ്ററാണ്. അപ്പം ഒരു മെറ്റൽ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂലി ഫോം ചെയ്യുന്ന സർഫസിൽ ഒരു ഷൈനിങ് അപ്പിയറൻസ് ഉണ്ടാവും. ഇതിനെയാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. പിക്ചർ നോക്കൂ, കണ്ടില്ലേ? ഈ ഒരു കട്ട് ചെയ്ത പോർഷൻസിൽ ഒരു പ്രത്യേക ഷൈനിങ് കാണാം. അപ്പം ഇത്തരത്തിലുള്ള ഈ ഒരു ഷൈനിങ് അപ്പിയറൻസിനെയാണ് മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്നത്. ഏതൊരു മെറ്റലിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ആ കട്ട് ചെയ്ത സർഫസിൽ ഒരു മെറ്റാലിക് ലസ്റ്റർ ഫോം ചെയ്യും. ഇനി ഫിഫ്ത്ത് പ്രോപ്പർട്ടി തേർമൽ കണ്ടക്ടിവിറ്റിയാണ്. തേർമൽ കണ്ടക്ടിവിറ്റി. മെറ്റൽസ് ആർ ഗുഡ് തേർമൽ കണ്ടക്ടേഴ്സ്. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിനെ പാസ് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റിയാണ് തേർമൽ കണ്ടക്ടിവിറ്റി അല്ലേ? ഓൾമോസ്റ്റ് അല്ല, ഓൾ മെറ്റൽസ് ആർ തേർമൽ കണ്ടക്ടേഴ്സ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ കിച്ചണിലൊക്കെ കുക്കിംഗ് വെസൽസ് ആയിട്ട് നമ്മൾ മെറ്റാലിക് വെസൽസ് അല്ലേ യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? അതിന് നല്ല തെർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ്. നമ്മൾ പണ്ടൊക്കെ കുറേ കാലം എന്നല്ല, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് കാലത്ത് നമ്മൾ മണ്ണിൻ്റെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു മെറ്റൽസ് കണ്ടെത്തിയതോടുകൂടി കൂടുതലായിട്ടും മെറ്റാലിക് വെസൽസൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അലുമിനിയത്തിൻ്റെയും സ്റ്റീലിൻ്റെയും ഒക്കെ വെസൽസ് അല്ലേ? അപ്പം അതിനൊക്കെ ഈ മെറ്റൽസിന് നല്ല തേർമൽ കണ്ടക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി മെറ്റൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി സിക്സ്ത് പ്രോപ്പർട്ടി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. ഓൾ മെറ്റൽസ് ആർ ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ലെറ്റ് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ഇറ്റ് അല്ലേ? ഒരു സബ്സ്റ്റൻസിന് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. അപ്പോൾ എല്ലാ മെറ്റൽസിനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ട്. സിൽവർ ഈസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എമംഗ് മെറ്റൽസ്. എല്ലാ മെറ്റൽസിനെയും നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ സിൽവർ ആണ് ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ. ദെൻ വരുന്നത് കോപ്പർ ആൻഡ് അലുമിനിയം ആർ ഓൾസോ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. സിൽവറിന് ശേഷമാണ് കോപ്പറും അലുമിനിയം ഒക്കെ വരുന്നത്. ഏറ്റവും കൂടുതൽ കണ്ടക്ടിവിറ്റി ഉള്ളത് സിൽവറിനാണ്. ദെൻ കോപ്പർ, അലുമിനിയം ഒക്കെ വരുന്നുണ്ട്. കോപ്പറിനും അലുമിനിയത്തിനൊക്കെ നല്ല കണ്ടക്ടിവിറ്റി ഉണ്ട്. ഇനി സിൽവർ ഈസ് ദ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എമംഗ് മെറ്റൽസ്. സിൽവർ ആണ് മെറ്റൽസിൽ ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ എന്ന് പറഞ്ഞു. The electrical wires used in our houses are made of copper.
നമ്മുടെ ഹോമിൽ വയറിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വയേഴ്സിൻ്റെ ഉള്ളിൽ എന്താ കോപ്പറാണ് അല്ലേ, കോപ്പറിൻ്റെ വയറാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ഔട്ട്സൈഡ് ഓർ ഹോം നമ്മളെ ഈ ഇലക്ട്രിക്കൽ ലൈനിൽ ഇലക്ട്രിക്കൽ പോസ്റ്റ് എന്നുള്ള കമ്പികളുണ്ടല്ലോ, ഇലക്ട്രിക്കൽ പോസ്റ്റ് എന്നുള്ള ആ ഇലക്ട്രിക്കൽ വയേഴ്സൊക്കെ അലുമിനിയത്തിൻ്റെയാണ്. ഇലക്ട്രിക്കൽ വയേഴ്സ് ദാറ്റ് വി സീ ഓൺ ഇലക്ട്രിക്കൽ പോസ്റ്റ് ഔട്ട്സൈഡ് അവർ ഹൗസസ് ആർ മെയ്ഡ് ഓഫ് അലുമിനിയം. അലുമിനിയത്തിൻ്റെ ഇലക്ട്രിക്കൽ വയേഴ്സാണ് നമ്മൾ ഇലക്ട്രിക് പോസ്റ്റ് എന്നൊക്കെ കൊടുത്തിട്ടുള്ളത് കാണുന്നത്. അപ്പം നമുക്കറിയാം സിൽവറാണ് ഏറ്റവും ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടർ മെറ്റൽസിൽ. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ഹോം വയറിങ്ങിനൊക്കെ കോപ്പറിൻ്റെ വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിക് പോസ്റ്റിലാണെങ്കിൽ അലുമിനിയത്തിൻ്റെ വയേഴ്സാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് അലുമിനിയത്തിനേക്കാളും കോപ്പറിനേക്കാളും ബെസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടറാണ് സിൽവർ, എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെയൊന്നും സിൽവർ യൂസ് ചെയ്യാത്തത്? അപ്പോൾ എന്തൊക്കെയാണ് അലുമിനിയവും കോപ്പറും യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്, അലുമിനിയം ആൻഡ് കോപ്പർ ആർ ലെസ് എക്സ്പെൻസീവ്. നമുക്കറിയാം സിൽവർ കുറച്ചും കൂടി മോർ എക്സ്പെൻസീവ് ആണല്ലേ, അലുമിനിയത്തിനേക്കാളും കോപ്പറിനേക്കാളും എക്സ്പെൻസീവ് ആണ് സിൽവർ. അപ്പോൾ അലുമിനിയം കോപ്പറും ലെസ് എക്സ്പെൻസീവ് ആണ്. പിന്നെ മോർ അവൈലബിൾ ആണ്. അപ്പം ലെസ് എക്സ്പെൻസീവ് ആവാൻ കാരണം എന്താണ്? മോർ അവൈലബിൾ ആയതുകൊണ്ടാണ്. സിൽവർ അത്രത്തോളം അവൈലബിൾ അല്ല, അതുകൊണ്ടാണ് അതിന് റേറ്റും കൂടുതൽ. അപ്പോൾ ഇവിടെ അലുമിനിയവും കോപ്പറും ലെസ് എക്സ്പെൻസീവ് ആണ്, മോർ അവൈലബിൾ ആണ്, പിന്നെ ലോങ് ലാസ്റ്റിംഗ് ദാൻ സിൽവർ. സിൽവറിനേക്കാളും കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത് കോപ്പറും അലുമിനിയവുമാണ്. അപ്പം ഈ ഒരു 3 റീസൺ കാരണമാണ് നമ്മൾ സിൽവർ യൂസ് ചെയ്യാത്തത്. നമ്മൾ സിൽവറൊക്കെ യൂസ് ചെയ്ത് നമുക്ക് വയറിംഗ് ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രത്തോളം പൈസ വേണമല്ലേ? അപ്പം അതുകൊണ്ട് ലെസ് എക്സ്പെൻസീവ് ആയതുകൊണ്ടും മോർ അവൈലബിൾ ആയതുകൊണ്ടും ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ടും നമ്മൾ സിൽവറിന് പകരം അലുമിനിയവും കോപ്പറുമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി സൊണാരിറ്റി. സൊണാരിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? സൊണാരിറ്റി എന്ന് പറഞ്ഞാൽ ദ എബിലിറ്റി ഓഫ് മെറ്റൽ ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ട്രാപ്ഡ് വിത്ത് എ ഹാർഡ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് സൊണാരിറ്റി. നമ്മൾ നല്ല ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മുടെ മെറ്റൽസിൽ ട്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുണ്ടാവും? ആ ഒരു സൗണ്ട് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ ഈ അമ്പലങ്ങളിലൊക്കെ ഉള്ള മണികൾ കണ്ടിട്ടില്ലേ, ബെൽസ്, പിന്നെ അതുപോലെ നമ്മൾ സ്കൂളിലുള്ള ഇലക്ട്രിക് ബെല്ലല്ലാത്ത നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് എന്താ പറയുക, അടിക്കുന്ന ബെല്ലുണ്ടല്ലോ, നമ്മുടെ സ്കൂളിലൊക്കെ യൂസ് ചെയ്യുന്ന അങ്ങനത്തെ ബെൽസ്, പിന്നെ ഈ ശിങ്കാരിമേളമൊക്കെ കണ്ടിട്ടില്ലേ, ശിങ്കാരിമേളത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഇലത്താളം, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ അത് രണ്ടും കൂട്ടിയിടിക്കുമ്പോൾ മെറ്റാലിക് മെറ്റീരിയൽസ് ആണല്ലോ, അപ്പോൾ അത് രണ്ടും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ എന്തുണ്ടാവുന്നു? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റലിൻ്റെ എബിലിറ്റിയാണ് സൊണാരിറ്റി. അപ്പോൾ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വെച്ച് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ മെറ്റൽസ് നിന്ന് എന്ത് ചെയ്യുന്നു? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദ എബിലിറ്റി ഓഫ് എ മെറ്റൽ ടു പ്രൊഡ്യൂസ് സൗണ്ട് വെൻ ട്രാപ്ഡ് വിത്ത് എ ഹാർഡ് മെറ്റീരിയൽ ഈസ് നോൺ ആസ് സൊണാരിറ്റി. അപ്പം ഈ ഒരു ബെല്ലിലും ഇലത്താളത്തിലൊക്കെ ഈ ഒരു മെറ്റൽസിൻ്റെ സൊണാരിറ്റി എന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ സൈക്കിളിൻ്റെയൊക്കെ ബെല്ല് ഉണ്ടായിരുന്നല്ലോ, പണ്ടത്തെ സൈക്കിളിൻ്റെയൊക്കെ ബെല്ലിലൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ട്രാപ്പ് ചെയ്യുമ്പോൾ തന്നെയാണ് സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ മെറ്റൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് സൊണാരിറ്റി, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എബിലിറ്റി. ഇനി 8th വൺ, മെറ്റൽ പൊസസ് ഹൈ ഡെൻസിറ്റി. ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസും നല്ല ഹാർഡാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഉണ്ടാവും, അപ്പോൾ ഹൈ ഡെൻസിറ്റി ആയിരിക്കും. അതിലൊരു എക്സെപ്ഷണൽ കേസാണ് നമ്മുടെ സോഫ്റ്റ് മെറ്റൽസ് ആയിട്ടുള്ള ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇവർക്ക് പൊതുവെ എന്താണ്? ഡെൻസിറ്റി കുറവായിരിക്കും. കാരണം ഹാർഡും അല്ല, അവർ സോഫ്റ്റും ആണ്, അപ്പോൾ അധികം വെയിറ്റും ഇല്ല. ഈ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം ഒക്കെ നമ്മൾ വാട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അത് മുകളിൽ പൊങ്ങി കിടക്കും. അതെന്തുകൊണ്ടാണ്? ഡെൻസിറ്റി കുറവായതുകൊണ്ടാണ്. എന്നാൽ ഗോൾഡ്, സിൽവർ അതൊക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? താഴ്ന്നു പോകും അല്ലേ? അപ്പോൾ അതിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ടാണ്. ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസിനും ഡെൻസിറ്റി ഹൈ ആണ്, പക്ഷേ ഈ ഒരു എക്സെപ്ഷനാണ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, അതിന് ലോ ഡെൻസിറ്റിയാണ്. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്. മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റൽ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അത് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിൻ്റ്. ഒരു സോളിഡ് സ്റ്റേറ്റിലുള്ള മെറ്റൽ എന്ത് ചെയ്യുന്ന
മെൽറ്റ് ചെയ്തിട്ട് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറാൻ തുടങ്ങുന്ന ആ ടെമ്പറേച്ചറാണ് മെൽറ്റിംഗ് പോയിൻറ്റ്. അപ്പോൾ ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ടാണ് മെൽറ്റ് ചെയ്യുക അല്ലേ. അപ്പം മെറ്റൽസിന് ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസിനും നല്ല ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ആണ്. വളരെയധികം ഹീറ്റ് കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് മെൽറ്റ് ചെയ്യുള്ളൂ. പക്ഷേ അതിലും എക്സെപ്ഷണൽ കേസ് ഉണ്ട്. ഏതാണ്? ഗാലിയം, സീഷ്യം, മെർക്കുറി. ഗാലിയം, സീഷ്യം, മെർക്കുറി എന്നീ മെറ്റൽസിന് ലോ മെൽറ്റിംഗ് പോയിൻ്റാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ മെൽറ്റ് ചെയ്യാൻ തുടങ്ങും. അല്ലാതെ ഓൾമോസ്റ്റ് എല്ലാ മെറ്റൽസിനും ഹൈ മെൽറ്റിംഗ് പോയിൻ്റാണ് ഉള്ളത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് മെറ്റൽസും അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ്, ബോയിലിംഗ് പോയിൻറ്റ്, ഡെൻസിറ്റി ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ തന്നിട്ടുള്ള മെറ്റൽസ് അയേൺ, സിൽവർ, ഗോൾഡ്, ടങ്സ്റ്റൺ, ടൈറ്റാനിയം, കോപ്പർ, ക്രോമിയം. ഇതിലെ മെൽറ്റിംഗ് പോയിൻറ്റ് നോക്കൂ. മെൽറ്റിംഗ് പോയിൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടങ്സ്റ്റണിനാണ് ഏറ്റവും ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് അല്ലേ. ടങ്സ്റ്റണിനാണ് ഹയസ്റ്റ് മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത്. ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ട് തന്നെയാണ് ടങ്സ്റ്റൺ നമ്മുടെ പണ്ടത്തെ ഫിലമെൻറ്റ് ബൾബ് ഉണ്ടല്ലോ, ഫിലമെൻറ്റ് ബൾബിൽ ഫിലമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ടങ്സ്റ്റൺ ആണ്. അത് നേരത്തെ മിസ് പറഞ്ഞിരുന്നു ഡക്റ്റിലിറ്റി പറഞ്ഞ സമയത്ത്. അപ്പോൾ ഈ ടങ്സ്റ്റണിന് നല്ല ഹൈ മെൽറ്റിംഗ് പോയിൻ്റ് ഉള്ളത് കൊണ്ട് തന്നെ എത്രയാണ് അതിൻ്റെ 3000 സംതിങ് ആണ് അല്ലേ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് കണ്ടില്ലേ. അപ്പം ഈ ഒരു ഹൈ മെൽറ്റിംഗ് പോയിൻ്റ്